ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇന്ന് മോക്ക് സ്കൂളിലെ ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ടിഫിൻ ബോക്സും റെഡിയാക്കുന്നുണ്ട്. ഇന്നത്തെ ടിഫിൻ ബോക്സിൽ മുട്ട ദോശയാണ് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി, തക്കാളി, ക്യാരറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ക്യാബേജ്, ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം, നല്ലതാണ്. ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോരോ ദോശയായി ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ദോശൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ മുട്ടൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടൻ്റെ മിക്സ് ഏകദേശം ഒരു 3 ദോശക്കെല്ലാം ഉണ്ടാവും. ഈ ഒരു മുട്ട എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 30 സെക്കൻഡെല്ലാം കഴിഞ്ഞാൽ ഈ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ദോശയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് റോളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കൽ. പിന്നെ ഇങ്ങനെ റോളെല്ലാം ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പം നല്ലൊരു ഇൻട്രസ്റ്റോടെ കഴിച്ചോളും. ഫുഡ് വേസ്റ്റ് ആക്കലൊന്നുമില്ല. അങ്ങനെ ഇതാ 3 എണ്ണവും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുക. ഇതിപ്പം അത്യാവശ്യം വലിയൊരു ടിഫിൻ ബോക്സ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാം കൂടി ഇതിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് സോസെല്ലാം ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ സോസെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് ന്യൂട്ടലയും ബ്രെഡുമാണ് കൊടുത്തയക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 2 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. അതിൽ ന്യൂട്ടലയും വെച്ചിട്ട് അങ്ങനെ കൊടുത്തയക്കുന്നതാണ്. സ്നാക്സിൽ ഒക്കെ അധികം ഇഷ്ടമായാൽ ഈ പൊട്ടുന്ന ടൈപ്പ് പലഹാരങ്ങളെല്ലാം ഇല്ലേ, അങ്ങനത്തെ എല്ലാമാണ്. പക്ഷേ ഇപ്പം ഡെയിലി അതന്നെ കൊടുത്തേക്കാൻ പറ്റൂലല്ലോ. എന്നാലും ഇടയ്ക്കെല്ലാം അങ്ങനെയെല്ലാം കൊടുക്കും. നുറുക്ക്, അരിമുറുക്കെല്ലാം ഇല്ല, അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതാ ഓൾക്ക് കൊണ്ടുപോകേണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്നിയാണ് ആക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഓൾ രാവിലെ കഴിക്കുന്നതും. ഇഡ്ഡലിയെല്ലാം ആകുമ്പം നല്ല ഇഷ്ടത്തോടെ രാവിലെ കഴിക്കും. അങ്ങനെ പിന്നെ ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വലിയ പണിയും ഉണ്ടാവില്ലല്ലോ. രാത്രി അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് ചൂടാൻ പറ്റുമല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ടാണ്. പിന്നെ അങ്ങനെ ഇതാ 1ാമത്തെ ട്രിപ്പ് ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആകെ 3 ആളെ ഇല്ല പോർക്ക്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കുറച്ച് മതി. സ്കൂളെല്ലാം ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി കുറച്ച് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. ഇന്നിപ്പം ഉച്ചക്ക് ഫുഡൊന്നും ആക്കുന്നില്ല. നമുക്കൊരു കല്യാണമുണ്ട്, അപ്പം അങ്ങനെ അതിന് പോകണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയെല്ലാം ഉണ്ട്. ഇനിയിപ്പം മേസു റെഡി ആയിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഫുഡ് കൊടുക്കലാണ്. ഞാൻ പറഞ്ഞിട്ടേ ഇഡ്ഡലിയെല്ലാം ഒക്കെ നല്ല ഇഷ്ടമാണ് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അവൾ കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനില്ല എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഏകദേശം 3 വർഷത്തോളമായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 വർഷത്തിന് മുകളിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ 3 വർഷമായെങ്കിലും ഞാൻ വീഡിയോസ് ഇട്ടിട്ടേ ഇല്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ കുറച്ച് വീഡിയോ ഇടുന്നല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടലില്ല. അതെല്ലാം കൊണ്ട് തന്നെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആരും അങ്ങനെ കളിയാക്കലൊന്നും ഇല്ല കേട്ടോ. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ
കളിയാക്കലുകളും അങ്ങനെയൊന്നുമില്ല. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ആരും കളിയാക്കാനും നിൽക്കൂല, അത്ര തന്നെ. പിന്നെ കുറച്ചെല്ലാം കളിയാക്കലെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലേ നമ്മൾ സക്സസ് ആവുള്ളൂ. അപ്പോൾ നമുക്കൊരു വാശി കൂടും. ഇങ്ങനെ കളിയാക്കൽ കേൾക്കുമ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഇൻട്രസ്റ്റ് കൂടും വീഡിയോസ് ഇടാനും. മനസ്സിലൊരു വാശി വരും, എങ്ങനെയെങ്കിലും ഈ കളിയാക്കിയവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ളത്. അങ്ങനെ ഇതാ ഉള്ള ബസ്സെല്ലാം വന്ന് മേസു സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുന്നത്. ഫുഡ് കഴിച്ചതിൻ്റെ പെട്ടെന്ന് തന്നെ ഇതാ ക്ലീനിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണിയെല്ലാം തീർത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനും ഉമ്മാവും മാത്രമാണ് കേട്ടോ പോകുന്നത്. അതിനുള്ളിൽ ഇതാ ഇതെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. അത്യാവശ്യം പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. പിന്നെ ഇതാ ലിവിങ് റൂമിലെല്ലാം നല്ല പൊടിയുണ്ട്. ഇതാ ഈ സോഫൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം കാണുന്നില്ല ഒരു വെള്ളപ്പൊടി. അതെന്തോ മേസു പൗഡർ അങ്ങനെ എന്തോ കൊണ്ട് ഇട്ടതാണ്, എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അപ്പം അങ്ങനെ അതെല്ലാം ക്ലീൻ ആക്കാനുണ്ട്. ജനലെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ നമ്മൾ സാധാ പോലെ തന്നെ മൊത്തത്തിലൊന്ന് അടിച്ച് വാരണം, തുടക്കണം. ഇങ്ങനെ വീടെല്ലാം ക്ലീൻ ആയിട്ട് ഉണ്ടാകുമ്പം തന്നെ നമുക്ക് നമ്മളെ മനസ്സിന് തന്നെ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് ആരെങ്കിലും വരുമോ എന്നുള്ള ടെൻഷനൊന്നും അടിക്കണ്ട, അങ്ങനെയല്ല. അപ്പോൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉണ്ടാവാൻ നോക്കുക. പിന്നെ വീഡിയോ കാണുന്ന നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരെയും പോലെ ഉള്ളൊരാളല്ല ഞാൻ. എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു മാസത്തേക്കെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടാവില്ല. വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള മടിയെല്ലാം കൊണ്ട് അത് എഡിറ്റ് ചെയ്യേണ്ടത് അതിനേക്കാൾ വലിയ മടിയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രദ്ധിക്കും. അങ്ങനെ ഇതാ ഏകദേശം പണികളെല്ലാം കഴിയാനായിട്ടുണ്ട്. പിന്നെ അടിച്ച് വാരാൻ വേണ്ടി ഇതാ എല്ലാം തട്ടിക്കൊടയുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. വീഡിയോ നമ്മളിപ്പം 1-2 മിനിറ്റ് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ്. ഫുള്ള് ഭാഗമൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ റെഡിയായി മംഗലത്തിന് പോയിട്ട് വരാം.